ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ അപ്പു സബി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സോറി ഗൈസ്, നമ്മുടെ പേര് മാറ്റിയിട്ടുണ്ട്, അപ്പൂസ് പറവ ലോഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ പ്രാവിൻ്റെ കൂടിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ്. പിന്നെ പുതിയ പ്രാവ് വാങ്ങി ഇത് സെറ്റാക്കിയ വീഡിയോസൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കൂടിൻ്റെ അടുത്ത് നോക്കാം ഗൈസ്. കണ്ട് പ്രാവുകളിപ്പോൾ ജോഡിയായി എന്നാണ് തോന്നുന്നത്. ഇതാണ് ഇവിടെ 2 ഇഷ്ടിക, അപ്പുറത്ത് 2 ഇഷ്ടിക, മേലെ ഒരു ഷീറ്റ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ അപ്പുറത്ത് കൂടെ കാണിച്ചത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും അതൊരു പെൺപ്രാവാണ്. സോറി, അത് മാറിപ്പോയതാണ്. അതൊരു ആൺപ്രാവാണ്. ഇതൊരു പെടയും അതൊരു ചേവലാണ്. ചില സ്ഥലത്ത് പൂവൻ എന്നാണ് പറയുക. പൂവൻ പെട, ചേവൽ പെട, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് സ്റ്റാൻഡ് ഇട്ടോ, നമ്മുടെ സ്റ്റാൻഡാണിത്, പഴയ സ്റ്റാൻഡ്. എൻ്റെ അനിയനാണിത്. അബിയെ ഒരു ഹായ് കൊടുക്ക്. ഇതാണ്. പിന്നെ നമ്മൾ ഇരിക്കാൻ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെള്ളം തോന്നുന്നു, അത് വെള്ളം കൊടുക്കുന്ന പാത്രം, ഇത് തീറ്റ കൊടുക്കുന്ന പാത്രം. നമ്മുടെ പ്രാവുകുട്ടന്മാരൊക്കെ അതൊരു സുറുമപ്രാവാട്ടോ അപ്പുറത്ത് നിൽക്കുന്നത്. ഇതൊരു പറവയും ഫാൻസി ആണെന്നാ പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്രാവിനിടല്. ആയിട്ടുണ്ട് കേട്ടോ, ജോലി കഴിഞ്ഞോ? വെറുതെ അറിയാതെ വെറുതെ പറഞ്ഞതാണ്. വെറുതെ താമസിക്ക് പറഞ്ഞാൽ ജോഡിയാണ്. അതിനെ പിടിച്ച കൊത്തുണ്ട്. ആട്ടിക്കോ പ്രാവോടെ ഇരിക്കുന്നില്ല. ചെറിയൊരു പണിയുണ്ട്, ഒന്നും ചെയ്യാൻ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പ്രാവ് രണ്ടും നിൽക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇതാണ് പ്രാവുംകൂടിൻ്റെ അപ്ഡേഷൻസ്. തൽക്കാലത്തിന് തുറന്നു വെച്ച് കൊടുക്കാൻ കൂടടച്ചാബി. ചെറുതായിട്ടൊരു പണി ഇട്ടിട്ടുണ്ട്. പ്രാവിൻ്റെ കൈമായിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. ഇത് പിടിച്ച ഇതാണ് നമ്മുടെ അനിയൻ അബി. ഇന്ന് നമ്മൾ ഇപ്പം ഈ പ്രാവിനെ പുറത്ത് വിടലില്ല. നമ്മൾ ഈ പ്രാവിനെ പറപ്പിക്കുക, ആൺപ്രാവിനെ. പിന്നെ പെൺപ്രാവിൻ്റെ ചിറക് വെട്ടിയിട്ടാണ്. ചിറക് വന്നിട്ട് നമ്മൾ അതിനെയും പറപ്പിക്കും. പിന്നെ നമ്മുടെ സ്റ്റാൻഡ് ഗൈസ്, ഇത് പിന്നെ വീണായിരുന്നു. പിന്നെ നമ്മൾ ഒന്നും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ ഞാൻ നിർമ്മിച്ചൊരു ക്ലബ്ബ് കാണിച്ചു തരാം. ഞങ്ങളൊരു ക്ലബ്ബാണ്. ഇതാണ് ഇപ്പം അത്. ഒരു ട്രീ ഹൗസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇരിക്കാനൊക്കെ പറ്റും, ആൾക്കാരും പറ്റും. നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം. പിന്നെ മേൽക്കൂര കെട്ടണം.